ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആലു ബോണ്ടയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. എൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള എന്നിവ എടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് വഴറ്റുക. ഉപ്പ് ആദ്യമേ ഇടുമ്പോൾ തന്നെ നമുക്ക് സവാള നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് 2 അവിച്ച കിഴങ്ങ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് നന്നായിട്ട് ഇടിച്ച് ഒരു മാവ് പരുവത്തിലാക്കി അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില അതും കൂടെ ഇട്ടിട്ട് ഫുള്ളൊന്ന് വഴക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഫുൾ മിക്സ്ചറിനെ ചെറിയ ചെറിയ ബോൾസായിട്ട് ചെറിയ ബോളാക്കി മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ് 1 ടീസ്പൂൺ മതിയാകും, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ആ വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. ഒരു മീഡിയം കൺസിസ്റ്റൻസി മതിയാകും. മീഡിയം തിക്നെസ്സിൽ അത് നമുക്ക് മാവ് കുഴച്ചാൽ മതിയാകും. മാവ് കുഴയ്ക്കുക, എന്നിട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. മാവ് കുഴച്ചത് കഴിഞ്ഞതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ആ മാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ടാൽ മതിയാകും. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഇതിൻ്റെ കളർ തന്നെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തന്നെ നമുക്ക് ഏകദേശം വെന്ത് എന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് എടുക്കാം. ഇത് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ, ഈ ആലു ബോണ്ട ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.